മഞ്ചേരി മെഡിക്കൽ കോളേജിലെ താൽക്കാലിക ജീവനക്കാർക്ക് 2 മാസമായി മുടങ്ങിക്കിടന്ന ശമ്പളമെത്തി. തുടർച്ചയായ പ്രതിഷേധങ്ങൾക്ക് പിന്നാലെയാണ് ജൂലൈ വരെയുള്ള ശമ്പളം ലഭിച്ചത്. ശമ്പളം ലഭിച്ചില്ലെന്ന് ആരോഗ്യമന്ത്രിയോട് പരാതിപ്പെട്ട ജീവനക്കാരിക്കെതിരെ എടുത്ത കേസ് റദ്ദാക്കിയിട്ടില്ല. ജംഷീർ കൊടിഞ്ഞി വിവരങ്ങൾ നൽകും. ജംഷീർ, അങ്ങനെ മഞ്ചേരി മെഡിക്കൽ കോളേജിലെ താൽക്കാലിക ജീവനക്കാർക്ക് ശമ്പളം എത്തിയിരിക്കുന്നു, ആശ്വാസകരമായ വാർത്തയാണ്. പക്ഷേ പരാതി പറഞ്ഞ ജീവനക്കാരിക്കെതിരെയുള്ള കേസ് ഇതുവരെ റദ്ദാക്കിയിട്ടില്ല എന്നുള്ളത് ആശങ്കയുണ്ടാക്കുന്നുണ്ട്. അത്തരം നടപടികളാകുമോ? തീർച്ചയായിട്ടും ജിൽസി, കഴിഞ്ഞ കുറച്ചധികം ദിവസമായി ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ നമ്മൾ ഉൾപ്പെടെയുള്ളവർ വാർത്തകൾ നൽകിയിരുന്നു. വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. ജനറൽ ആശുപത്രി മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ അതിൻ്റെയൊക്കെ ഒരു പരിണിത ഫലമായിട്ടാണ് നമുക്ക് കരുതാം ഇപ്പോൾ അവർക്ക് ശമ്പളം ലഭിച്ചിരിക്കുന്നുള്ളത് ഏറെ ആശ്വാസകരമാണ്. വലിയ ഒരു ബുദ്ധിമുട്ടിലായിരുന്നു കഴിഞ്ഞ കുറേ അധികം നാളുകളായി അവർ മുന്നോട്ട് പോയിരുന്നത്. പലപ്പോഴും ശമ്പളം കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് പിന്നീട് വലിയ തരത്തിൽ വാർത്തയാവുകയും പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 2 മാസത്തെ ശമ്പളം അവർക്ക് കിട്ടിയിട്ടുള്ളത്. പക്ഷേ ഇതിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ടൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ, അന്ന് ആരോഗ്യമന്ത്രി ആശുപത്രിയിൽ വന്നപ്പോൾ തങ്ങൾക്ക് ശമ്പളം കിട്ടിയില്ല എന്ന പരാതിയുമായി വന്ന ആശുപത്രി ജീവനക്കാർക്കെതിരെ അന്ന് കേസെടുത്തിരുന്നു. സംഘം ചേരൽ, അതോടൊപ്പം തന്നെ തടഞ്ഞുവെക്കൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്ത് കേസെടുത്തിരുന്നു. ആ കേസ് പിൻവലിക്കാനോ അല്ലെങ്കിൽ ആ കേസ് ഒഴിവാക്കാനോ ഇതുവരെ അധികൃതർ തയ്യാറായിട്ടില്ല എന്നതാണ് ഇപ്പോൾ ഈ ജീവനക്കാരെ ആശങ്കയിലായെത്തുന്നത്. അവരുടെ ജോലി നഷ്ടപ്പെടുമോ എന്നുള്ള ആശങ്ക പോലും ഇപ്പോൾ അവർ പങ്കുവയ്ക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം തങ്ങൾക്ക് നീതി ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്വാഭാവികമായും കഴിഞ്ഞ കുറേ നാളുകളായി ശമ്പളം ലഭിക്കാത്ത പ്രതിസന്ധി നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കടം വാങ്ങിയൊക്കെ ബസ്സിന് അല്ലെങ്കിൽ വാഹനങ്ങളിൽ എണ്ണയടിച്ച് ആശുപത്രിയിലേക്ക് വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കുടുംബമുള്ളവരായിരുന്നു. പല ബുദ്ധിമുട്ടുകളുണ്ട്. ആ ബുദ്ധിമുട്ട് അവരുടെ ആശുപത്രിയിൽ മന്ത്രി എത്തിയപ്പോൾ ആ മന്ത്രിയെ നേരിട്ട് അറിയിക്കുക എന്നതായിരുന്നു അവരുടെ ഉദ്ദേശം. അതിനായിരുന്നു അവർ ശ്രമിച്ചിരുന്നാൽ അതിനെതിരെ കേസെടുത്ത് പോലീസ് അവർക്കെതിരെ കേസെടുക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടായി. ഈ കേസ് ഇപ്പോഴും യാതൊരു വിധത്തിലും അത് ഒഴിവാക്കാനോ റദ്ദ് ചെയ്യാനോ അധികൃതരുടെ ഭാഗത്ത് നടപടി ഉണ്ടാകുന്നില്ല എന്ന വലിയൊരു ആശങ്ക അവർ പങ്കുവെക്കുന്നുണ്ട്. അതേസമയം തന്നെ ഈ 2 മാസത്തെ ശമ്പളം ഇപ്പോൾ അവർക്ക് ലഭ്യമായിട്ടുമുണ്ട്. ഈ കേസ് പിൻവലിക്കണമെന്നുള്ള ആവശ്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ജിൽസി, ശരി, ജംഷീർ കൊടിഞ്ഞാട് വിവരങ്ങൾ നൽകിയത്.